ഇതൊരല്പം ഇടഞ്ഞ കേസാണല്ലോ. ആ, മെരുക്കിയെടുത്തല്ലേ പറ്റൂ. നീ കഴിക്കുന്നില്ലേ? പിന്നെ നേരത്തെ പോരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാ ഒരു അലമ്പ് കേസ്. സ്നേഹിച്ച പെണ്ണിനെ വേറെ ആരോ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് ഒരുത്തൻ ഉത്തരത്തിൽ കയറി കെട്ടിത്തൂയി അങ്ങ് ചത്തു. പോകാതിരിക്കാനൊക്കും. അവിടെ പോയി ശവം കെട്ടഴിച്ച് കിടത്തി. മഹസർ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അല്ല, ചത്തവനെ കുറ്റം പറഞ്ഞിട്ടെന്താ? അവനറിയാമോ ഇന്ന് ഇൻസ്പെക്ടറുടെ ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കുവാൻ പോണ്ട ദിവസമാണെന്ന്? രക്ഷയില്ല. എടോ ഭാര്യയെ, വെറും ഒരു സാരിയുടെ പ്രശ്നത്തിന് നമ്മൾ എന്തിനാ വെറുതെ ഉടക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ, അതുമല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ എന്തായാലും സാരി വാങ്ങും. ഈ പണക്കൊണ്ട് അവസാനിപ്പിച്ചേ, അല്ലെങ്കിൽ ഇനി ഞാനായിരിക്കും കെട്ടിത്തൂങ്ങി ചാവുന്നത്. അരുതാത്തൊന്നും പറയല്ലേ. ഞാനൊരു കളി പറഞ്ഞതല്ലേ നിന്റെ പിണക്കം മാറ്റാൻ. എനിക്ക് പിണക്കൊന്നുമില്ല. കളിയായിട്ട് പോലും ജയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് സഹിക്കില്ല. അല്ലെങ്കിൽ എത്ര നേരം നമുക്ക് പിണങ്ങിയിരിക്കാനാവും? ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടേതാക്കി തീർക്കുന്നത്? ഞാൻ ആ വഴിക്കാ ചിന്തിക്കുന്നത്. മുതലാളി പറഞ്ഞു വരുന്നത് ഡിക്രൂസിന് മനസ്സിലാകുന്നില്ല അല്ലേ? ഡിക്രൂസ് എപ്പോഴും ജയന്റെ ശക്തി മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഞാൻ ദൗർബല്യവും കാണുന്നു. ആ ദൗർബല്യം നമ്മുടെ ശക്തിയാക്കി മാറ്റുക, അതല്ലേ എളുപ്പം. ഡോണ്ട് വറി മൈ ബോയ്, ടേക്ക് ഇറ്റ് ഈസി. ജയനില്ലേ ഇവിടെ? ഇല്ല, സ്റ്റേഷനില്ല. ആരാ? മനസ്സിലായില്ല. ഞാൻ പ്രഭാകരൻ. നാട്ടുകാരൊക്കെ മുതലാളിന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കും. ഓ, ജയേട്ടൻ പറയാറുണ്ട്. വരൂ. മോളുടെ പേരെന്തോന്നാ പറഞ്ഞേ? സുമിത്ര. സുമിത്ര. സുമിത്ര സുമിത്ര മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. സഹായിക്കാനാ എന്നെ പോലെയുള്ളവര്. ഏയ്, ഒരു അസൗകര്യമില്ല. കേട്ടോ മോളെ, പല ഇൻസ്പെക്ടർമാരും ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. പക്ഷേ ജയനെ പോലെ ഇത്ര സമർത്ഥനായ ഒരു ഇൻസ്പെക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ഏത് വലിയവനായാലും തരക്കേടില്ല. തെറ്റു കണ്ടാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. ഇക്കാലത്ത് ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുന്നവർ വളരെ കുറവാ. ജയന്റെ ഒരുമാതിരി മുഖം നോക്കാതെയുള്ള ഈ പെരുമാറ്റം കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല മോളെ ഞാൻ പറയുന്നത്. ഇവിടെ കുറെ അലവിലാദികളുണ്ട്. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത വകയാണ്.
അവരുടെയൊക്കെ കേസുകളിൽ ഇടപെട്ട് എന്തിനാ വെറുതെ ശത്രുത ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് മോള് സമയം കിട്ടുമ്പോ സാവധാനം ഇതൊക്കെ ജയനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എനിക്ക് നീ എന്റെ മോളെ പോലെയാ. ജയന് എന്തെങ്കിലും സംഭവിച്ചാൽ അനാഥമാകുന്നത് മോളുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. വെള്ള വസ്ത്രവും ഉടുത്ത് ഒരു വിധവയെ പോലെ മോളെ കാണാനുള്ള നെഞ്ചുറപ്പ് എനിക്കില്ല. അല്ല, ഞാനിതൊക്കെ പറഞ്ഞു എന്ന് കരുതി മോള് മനസ്സ് വിഷമിപ്പിക്കരുത്. കാര്യങ്ങളുടെ കിടപ്പ് മോളും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോ പിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് കരുതി മോള് വിഷമിക്കരുത്. എന്നെ ഒരച്ഛനെ പോലെ കരുതിക്കോളൂ. ഞാൻ ഇറങ്ങട്ടെ. ജേട്ടാ, 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 എന്താ സുമിത്രേ, എന്തു പറ്റി? സ്വപ്നം കണ്ട് പേടിച്ചോ? സാരമില്ല, കുറച്ച് വെള്ളം കുടിച്ചോളൂ. എന്തു പറ്റി സുമിത്രേ? ജേട്ടാ, ജേട്ടന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ? നീ എന്താ പറയുന്നത്? എനിക്ക് എന്ത് പറ്റാനാ? അല്ല ചേട്ടാ, ജേട്ടൻ അറിയാഞ്ഞിട്ടാ. ആരൊക്കെയോ ജേട്ടനെതിരെ. അതൊക്കെ നിന്റെ തോന്നല. എനിക്കെതിരെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് പ്രഭാകരൻ മുതലാളി വന്നിരുന്നു. ജേട്ടന് ഒരുപാട് ശത്രുക്കളുണ്ടെന്നും സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാ കാര്യമല്ലേ? അയാൾ വല്ലതൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ പേടിച്ചാലോ? കൊല്ലക്കടയിൽ അയാൾ സൂചിപ്പിക്കാൻ വന്നത്. ആ, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. കിടക്ക. എന്നി വരുന്നില്ല മുതലാളി. കണക്കുകളൊക്കെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. എന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുതലാളിയുടെ ഇഷ്ടം പോലെ. തരികയോ തരാതിരിക്കുകയോ ചെയ്യുന്നത് മുതലാളിയുടെ ഇഷ്ടം. നീ എന്താ ബാല ഇങ്ങനെ? നിനക്ക് വയ്യെങ്കിൽ വേണ്ട. ജോലിയുടെ കാര്യം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് നിന്നെ വെറുതെ അങ്ങ് പറഞ്ഞേക്കാൻ ഞാനെന്താ അത്ര ഹൃദയമില്ലാത്തവനാണോ? മുതലാളിക്ക് എന്നോടൊന്നും തോന്നരുത്. വല്ല നിവൃത്തി ഉണ്ടായിരുന്നുവെങ്കിൽ. ആ, അത് പോട്ടെ. എപ്പോഴാ സൗകര്യമുള്ളതെന്ന് വെച്ചാൽ നീ ഈ കണക്കൊക്കെ ഒന്ന് ശരിയാക്കി ഏൽപ്പിക്കും. നിന്റെ കണക്ക് ഞാൻ തീർത്തോളാം. ശരി മുതലാളി. കളി അറിഞ്ഞേ ഞാൻ കളത്തിൽ ഇറങ്ങാറുള്ളൂ, മനസ്സിലായോ? പിന്നെ ആ ബാലന്റെ കണക്ക് ഇന്ന് തന്നെ തീർക്കണം. ശരി മുതലാളി.
മാറടാ. ഓ മാറ്റാൻ പറ്റിയെങ്കിൽ മാറ്റിക്കോ. മാറില്ല അല്ലേടാ? പറഞ്ഞില്ലേ മാറ്റാൻ പറ്റിയെങ്കിൽ മാറ്റിക്കോ.